ഹേ ഓൾ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ട്രിപ്പ് പോകണ്ടോ ടു വർക്കല വിത്ത് മൈ കൊളീഗ്സ്. അപ്പോൾ ആദ്യം ജിഷ്ണു എന്നെ വന്ന് പിക്ക് ചെയ്തു ആൻഡ് ദെൻ വി വെൻ ടു പിക്ക് നിതിൻ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ KFC ചെന്നു. അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, എന്നാൽ ഞങ്ങളത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ബിക്കോസ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ കഴക്കൂട്ടെത്തിയപ്പോഴേക്കും ഹക്കൻ ജോസ്ലിൻ വന്നു അവരുടെ ബാഗ്സ് ഒക്കെ കാറിൽ വെക്കാനായിട്ട് ബിക്കോസ് ദേ വർ കമ്മിങ് ബൈ ബൈക്ക്. ആൻഡ് വി കണ്ടിന്യൂഡ് അവർ ജേർണി ആൻഡ് ദെൻ എല്ലാവരും നമ്മൾ മീറ്റ് ചെയ്തു. എല്ലാവരും കാറിൽ അവരുടെ ലഗേജസ് ഒക്കെ വെച്ചു ബിക്കോസ് ബാക്കിയുള്ളവരൊക്കെ ബൈക്ക് ആൻഡ് സ്കൂട്ടറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സൈഡിലുള്ള ബീച്ച് വ്യൂവും അമ്പലങ്ങളും പള്ളികളും അതുപോലെ ഫോർട്ടും ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. സംടൈംസ് ആ ഒരു ട്രിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ആ ഒരു ജേർണി ആയിരിക്കും അല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ വർക്കല എത്തി. ആൻഡ് വർക്കല എത്തിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മളുടെ സ്റ്റേയിലേക്കാണ്, വിച്ച് വാസ് കൈൻഡ് ഓഫ് ഹോം സ്റ്റേ. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വിളയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ദാറ്റ് വാസ് ഫൺ. അങ്ങനെ വഴിയൊക്കെ തെറ്റിയെങ്കിലും നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. ഈ ഒരു വീട് ഫുള്ളല്ലായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു അലോട്ട് ചെയ്തിരുന്നത്, വിച്ച് വാസ് ഹാവിങ് 3 റൂംസ്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി നമ്മൾ നമ്മുടെ ലഗേജസ് ഒക്കെ ഇറക്കി വെച്ചു. ആൻഡ് കം ഐ വിൽ ഷോ യു എ ലിറ്റിൽ ഹോം ടൂർ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. നമ്മൾ യൂസ് ചെയ്ത ബെഡ്റൂം ഇതായിരുന്നു, വിച്ച് വാസ് എ വെരി നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ റൂം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റൂം ഇഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷമായിരിക്കും അത്. ആൻഡ് ദിസ് വാസ് ദ നെക്സ്റ്റ് റൂം. ഇവിടെയാണ് ബോയ്സ് എടുത്തത്. വന്നപ്പോൾ തന്നെ ഈ ഒരു മുറി ചെക്കന്മാർ അടിച്ചെടുത്തു ബിക്കോസ് ഈ റൂമിലായിരുന്നു AC ഉണ്ടായിരുന്നത്. ഒബ്വിയസ്ലി AC ഉള്ളതുകൊണ്ട് എല്ലാവരും ആ റൂമിലേക്കും കയറിയിരുന്നു ബിക്കോസ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയർഡായിരുന്നു. ആൻഡ് നമ്മൾ വന്നപ്പോൾ തന്നെ ഫ്രഷ് ഒക്കെ ആയതുകൊണ്ട്. ആൻഡ് ഒരു കിച്ചൺ ഉണ്ടായിരുന്നു വിച്ച് വി ആർ നോട്ട് ഗോണ യൂസ്. ആൻഡ് ദെൻ കംസ് ദ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആയിരുന്നു. അവിടെ ഒരു ചെറിയ സോഫയും ഒരു ദിവാൻ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ദ തേർഡ് റൂം. ഈ റൂം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ കോംബോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദിസ് യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോംബോ. ആൻഡ് 3 റൂംസിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ആൻഡ് ഈ ഒരു സ്പേസിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവിടെ പൂളാണ്. എനിക്ക് എവിടെ ചെന്നാലും അവിടുത്തെ പൂളാണ് ആക്ച്വലി മെയിൻ. ആൻഡ് ദിസ് ടൈം ഓൾസോ പൂൾ എന്നെ നിരാശപ്പെടുത്തിയില്ല. നല്ല അടിപൊളി പൂളായിരുന്നു. അങ്ങനെ പൂളൊക്കെ കണ്ട് ഹാപ്പിയായി നമ്മൾ നേരെ കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ പണ്ട് എപ്പോഴോ വർക്കലയിൽ വന്നപ്പോൾ എനിക്ക് അവിടെ ഒരു ക്യാഫെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ക്യാഫേയിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ പോണത്, വിച്ച് ഇസ് ഇൻറ്റ ക്യാഫെ. നല്ലൊരു കാം പീസ്ഫുൾ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ക്യാഫെ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. എനിക്ക് ആക്ച്വലി ഈ ഒരു സൈഡിലുള്ള സ്പേസ് ഉണ്ടല്ലേ അവിടെ ഇരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നത് കാരണം നമ്മൾ ഇവിടെയാണ് ഇരുന്നത്. പ്രിറ്റി ഗുഡ് സ്പേസ്. അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി കുറേ നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് പറഞ്ഞൊക്കെ അവിടെ ഇരുന്ന് അവസാനം കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. അവരുടെ ഹോം മെയ്ഡ് പിസ്സ ആൻഡ് പാസ്ത എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിരുന്നു അന്ന് കഴിച്ചപ്പോൾ. ഇത്തവണ നല്ല കിഡിലനായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വി ഓർഡർഡ് 1 സീ ഫുഡ് പ്ലേറ്റ് ആൻഡ് ദിസ് ആൽഫ്രെഡോ പാസ്ത നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തു. ഗ്രിൽഡ് പനീർ വിത്ത് സം വെജീസ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ നമ്മൾ കുറേ ഡ്രിങ്ക്സ് ആൻഡ് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തു. എവറിഥിങ് വാസ് സോ ഗുഡ്. അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ബിക്കോസ് നമുക്ക് പൂൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി പൂളിൽ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ പൂള് ക്ലോസ് ആവണതിന് മുന്നേ നമുക്ക് പൂളിൽ മാക്സിമം ടൈം എൻജോയ് ചെയ്യണം എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറി പോയി. പിന്നെ നമ്മൾ പൂളിൽ കുറേ നേരം എൻജോയ് ചെയ്തു. എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഡേ ഇത് തന്നെയായിരിക്കും. എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും, ബിക്കോസ് എല്ലാവർക്കും അങ്ങനെയാന്ന് തോന്നുന്നു. കാരണം പൂളിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കയറാനേ തിരിച്ചു തോന്നില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പൂളിൽ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പൂളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെയും ഞാൻ എൻ്റെ പഴയ ഡ്രസ്സ് തന്നെ തിരിച്ചെടുത്തിട്ടു. നേരെ വർക്കല ക്ലിഫിലോട്ട് പോയി. അങ്ങനെ നമ്മൾ ക്ലിഫിൻ്റെ അങ്ങേ അറ്റത്തെ എൻഡ് വരെ നടന്നു പോയിട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. സോ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ബ്ലൂ മാർട്ടിൻ സീ ഫുഡ് പ്ലേസ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു. ആൻഡ് ഐ ഷുഡ് ടെൽ യു ഇറ്റ് വാസ് ദ വേർസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഡേ. കാരണം ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ച് കഴിച്ചോളൂ. അങ്ങനെ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ആക്ച്വലി നമ്മുടെ ഡിന്നർ ട്രാജഡി ആയതിൻ്റെ ഒരു വിഷമം എല്ലാവരുടെയും മുഖത്തുണ്ട്. എന്നാലും നമ്മൾ ഐസ്ക്രീമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി, കാരണം ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ വീട്ടിൽ പോയി നമ്മൾ ഫ്രഷൊക്കെ ആയി. അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു നമ്മളെല്ലാവരും ഉറങ്ങിപ്പോയി.
അങ്ങനെ എല്ലാവരും രാവിലെ എണീറ്റു. നമ്മൾ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. ജോസ്ലിൻ ഇവിടെ പിന്നെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേഗം പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മളുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ പോയത്. എല്ലാവർക്കും ഒരു സാധാ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ആഗ്രഹം. സോ നമ്മൾ ടീ, കോഫി, ഗീ റോസ്റ്റ്, പൊറോട്ട, മുട്ടക്കറി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഗീ റോസ്റ്റ് ആട്ടോ പറഞ്ഞത്. എനിക്ക് ഗീ റോസ്റ്റാണ് ബേസിക്കലി ഇഷ്ടം. സോ നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് കുറച്ച് നേരം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ ക്ലിഫിലോട്ട് പോയി. ബിക്കോസ് നമ്മളിതൊരു ബീച്ചിൽ ഇറങ്ങിയില്ല. ആൻഡ് നമ്മൾ രാത്രി മാത്രമാണ് ക്ലിഫിൽ പോയുള്ളൂ. ചെന്നപ്പോൾ തന്നെ നമ്മൾ ഐസ്ക്രീം കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ശരി ഐസ്ക്രീം കഴിച്ച് തുടങ്ങാമെന്ന്. സോ നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ച് കുറേ ടൈം ക്ലിഫിക്കിട്ട് നടന്നു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണിപ്പോൾ. സോ ആക്ച്വലി ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ഇടിഞ്ഞ് കിടക്കുമായിരുന്നു ഏറ്റവും താഴെ വന്നപ്പോൾ. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങി. എന്തോ ബീച്ച് എപ്പോഴും നമുക്കൊരു വികാരം തന്നെയാണല്ലേ. സോ നമ്മളെല്ലാവരും കുറേ നേരം ബീച്ചിൽ കളിച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ടോ. പിന്നെ വിശാഖ് ക്യാമറ നോക്കി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു. എനിവേസ് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഓൺ ദ ബീച്ച്. അങ്ങനെ കുറച്ച് ബീച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. മാത്രമല്ല ലാസ്റ്റ് ടൈമിൽ ഡിന്നർ പാളിപ്പോയതുകൊണ്ട് എനിക്ക് ക്ലിഫിലെ നല്ലൊരു കഫേയിൽ പോയി ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മളുടെ ഹോം സ്റ്റേയിലെ ഓണർ ഒരു നല്ല കിഡിലൻ കഫേ സജസ്റ്റ് ചെയ്തു, വിച്ച് ഈസ് ട്രെറ്റോറിയസ്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ അവിടെയാണ് പോയത്. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഓൾറെഡി. കഫേയുടെ അപ്സ്റ്റേഴ്സിലാണ് നമ്മൾ ഇരുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ദെയർ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഒരു ബീച്ച് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു പിന്നക്കളോട് ഓർഡർ ചെയ്തു, വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ് എ ലോട്ട് ദെയർ. അതുകൊണ്ട് തന്നെ അത് വേഗം തീർന്നുപോയി. കണ്ടില്ലേ, വ്യൂ ഇഷ്ടപ്പെട്ടതുകൊണ്ടും നല്ല വിശപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. സോ വി ഓർഡേർഡ് സം ബീഫ് സ്റ്റേക്സ്. കാരണം കുറേ പേർക്ക് ബീഫ് സ്റ്റേക്ക് പറഞ്ഞായിരുന്നു. ആൻഡ് വൺ ലസാനിയ വിച്ച് വാസ് വെരി യമ്മി. ദെൻ വൺ ചിക്കൻ ആൽഫ്രെഡോ പാസ്ത. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത്. ദെൻ ഈ ഒരു റൈസും മീൻ പൊള്ളിച്ചതും ഈ ഒരു ഐറ്റം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ദെൻ നമ്മൾ 2 സിസ്ലേഴ്സ് പറഞ്ഞു, വെജ് സിസ്ലർ ആൻഡ് ചിക്കൻ സിസ്ലർ. ആൻഡ് ദെൻ നമ്മളൊരു സീ ഫുഡ് പ്ലേറ്ററും പറഞ്ഞായിരുന്നു. ആൻഡ് എല്ലാ ഡിഷും നല്ല ടേസ്റ്റി ആയിരുന്നു. ആൻഡ് ഓൾ താങ്ക്സ് ടു യുവർ ഹോം സ്റ്റേ ഓണർ. ആ ചേട്ടൻ നല്ല കിഡിലൻ കാഫേ തന്നെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ ഫുഡ് നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ടോ. ആ ഡിന്നർ പാളിപ്പോയതിൻ്റെ വിഷമം അങ്ങനെ മാറി. ആദ്യം നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അത് കുടിച്ചു ചേർത്തു. സോ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കതെങ്കിലും കുടിക്കാൻ തോന്നി. സോ വി ഓർഡർഡ് ഐസ് ടീ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം ഞാൻ സാധാരണ കുടിക്കുന്ന ഐസ് ടീയും വീട്ടിലുണ്ടാക്കുന്ന ഐസ് ടീ ഒക്കെ കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. വി റിയലി ഹാഡ് എ ഗുഡ് ടൈം ദർ. ബിക്കോസ് ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. സോ നമ്മൾ നല്ല ഉറക്കെ സംസാരിക്കുമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം പോയി നമ്മൾ അറിഞ്ഞില്ല. ആൻഡ് വരുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചു. സോ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, അവിടെയാണ്. ഇവിടെ നമ്മൾ എന്തിനാണ് കയറിയതെന്ന് ചോദിച്ചാൽ പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് ടൈം എവിടെയെങ്കിലും കയറി നിൽക്കാമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് കയറിയത്. പിന്നെ നമ്മുടെ വണ്ടികളും ഇവിടെയാണ് പാർക്ക് ചെയ്തത്. സോ നമ്മൾ ഇവിടെ എന്തായാലും കയറാമെന്ന് ഓർത്ത് അവിടെ കയറി. സോ എന്തായാലും നമ്മൾ കയറി. എന്നാൽ പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ ഈ ഫിഷസിനെയൊക്കെ നോക്കി അതിലേക്കൂടെ നടന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കുറേ ടൈം വർത്താനൊക്കെ പറഞ്ഞ് റെസ്റ്റ് ചെയ്ത് നമ്മുടെ ട്രിപ്പിനെ പറ്റി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ വരെ നടന്ന എല്ലാ ഫിഷസിനെയും കണ്ട് കുറേ കമൻറ്റൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ലുക്കിംഗ് വെരി വിയേർഡ് ബിറ്റ്വീൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. രാത്രി അത്യാവശ്യം ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. എനിവേസ് ഐ ലൈക്ക് ദ ട്രിപ്പ്. വി ഓൾ ലൈക്ക് ദ ട്രിപ്പ് ഓഫ് കോഴ്സ്. ആക്ച്വലി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് നിർത്തിയതാണ്. പക്ഷേ ഇവിടെ ചായക്കടയൊന്നും ഉണ്ടായിരുന്നില്ല. പകരം നമ്മൾ അവിടെയും കുറേ നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് നമ്മൾ അത് കഴിഞ്ഞ് നേരെ ടെക്നോ പാർക്കിൽ പോയി നിതിൻ്റെ വണ്ടി എടുക്കാൻ. അവിടെ നിന്നാണ് പിന്നെ നമ്മളെല്ലാവരും സ്പ്ലിറ്റായി പോയത് കേട്ടോ വീട്ടിലോട്ടൊക്കെ.
Out of 6, I think we can give 8. This place. 7.5. Okay. 8. 9. Sorry, 9. 9. Louder 4. It was nice. Appo okay. To next trip. Bye. Bye. അങ്ങനെ നമ്മൾ ബൈ ഒക്കെ പറഞ്ഞു. നമ്മുടെ ട്രിപ്പ് ഹാസ് കം ടു എൻ എൻഡ്.